ഒരു കടയിൽ 10 വർഷമായിട്ട് വർക്ക് ചെയ്യാതെ ഇരുന്ന പുത്തൻ കാസ്റ്ററിൻ്റെ DVD പ്ലെയറാണ്. പുത്തൻ 10 വർഷമായിട്ട് കേടായിട്ടിരുന്ന. അതിപ്പോൾ ഞാനൊരു വേറൊരു പവർ സപ്ലൈ വെച്ചത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ സപ്ലൈ ഇപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേ വർക്കാവുമെന്ന് നമുക്ക് വെച്ചൊന്ന് നോക്കാം. IN 4007 ഒറ്റ ഡയോടെ പോയിട്ടുള്ളായിരുന്നു. ഒരു രോഗിയായ കൊച്ചിന് വേണ്ടി ഒരു ഉമ്മ, പാവ ഉമ്മ എനിക്ക് ആരോ വെറുതെ കൊടുത്തതാണോ ഉമ്മ മേടിച്ചതാണോ എനിക്കറിയില്ല. എന്നാണേലും ഞാനത് സ്പെഷ്യൽ കേസായിട്ട് എടുത്ത് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ AC ഇന്ന് പിന്നെ ഒരു സ്വിച്ചിൻ്റെ വയറ് ഫീസ് ചെയ്ത് കണ്ടോ കരിഞ്ഞ് പൊട്ടിക്കിടക്കുവാണ്. വീണ്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം കയറി എൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുന്നില്ല. കാരണം ഇതിന് വോൾട്ടേജ് വേരിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് കൊടുത്ത് നമ്മുടെ DVD പ്ലെയർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന DVD പ്ലെയർ ഇല്ലെന്നാക്കുന്നില്ല. ആദ്യം കൊടുത്തതിന് ശേഷം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് അറിഞ്ഞതിന് ശേഷം കണ്ടല്ലോ. ബോർഡ് മാറുന്നത് എന്തിനാന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. 125 രൂപ കിട്ടുന്ന ബോർഡ് എടുത്ത് വെച്ച് ഇത്ര സമയം കളയേണ്ട കാര്യമുണ്ടോ? ഒരു 4000 പോയി, എല്ലാം പോയി. ഇനി ബോർഡ് മാറുന്നതിന് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അടിച്ച്